ഹായ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ മമ്മിയുടെ വീട്ടിലാട്ടോ. അതെ, മമ്മിയുടെ അപ്പച്ചൻ, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചിട്ട് നാളെ 2 കൊല്ലം തികയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ കൊല്ലമാണ് അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെയാണ് കുർബാന. നാളെ 6 മണിക്ക് ഇവിടെ കുർബാനയും സുന്തേരിയിലെ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പോകുന്നു. ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ ഇന്ന് ഞങ്ങൾ നാളെ ഇപ്പോൾ നമുക്ക് കൂടാനുള്ളൊരു സമയമൊന്നുമില്ല, അതുകൊണ്ട് വർക്കിംഗ് ഡേ അല്ലേ, തിങ്കളാഴ്ചയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഇവിടെ ഉച്ചയ്ക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല, മമ്മി, അപ്പച്ചനും അമ്മച്ചിക്ക് 2 മക്കളാട്ടോ. എൻ്റെ മമ്മിക്ക് ഒരു ബ്രദറാണുള്ളത്, യങ്ങർ ബ്രദർ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇന്ന് കൂടാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ഒരു ലഞ്ച് അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഫുഡൊക്കെ ഏകദേശം എല്ലാം റെഡിയായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബാക്കി ഞാൻ എല്ലാവരും കാണിച്ചു തരാം. എല്ലാവരും ഓരോരോ പണികളൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഓരോരോ പണികളായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ആൻറ്റി എല്ലാം ഏകദേശം കുറേയൊക്കെ ആൻറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ നമ്മളിത് എല്ലാവരും കൂടെ ഒന്നിച്ചിന്ന് അടുക്കളയിൽ പെരുമാറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മമ്മി ഫുൾ ഹെൽപ്പായിട്ട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് ഞാനുണ്ട്, ജീക്കുട്ടനുണ്ട്, ചേട്ടായിയുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജീക്കുട്ടൻ ഇതേ കപ്പയൊക്കെ റെഡിയാക്കി, ചേട്ടാ ഇതേ ഭയങ്കരമായിട്ട് കുക്കിങ്ങിലാണ് കേട്ടോ. അടുക്കളപ്പണി പെണ്ണിന് മാത്രമാണ് എന്നുള്ള ധാരണ ശരിയല്ല. ആണും പെണ്ണും അടുക്കള ഒരുപോലെ പങ്കുവയ്ക്കണം. അടുക്കളപ്പണിയിൽ പ്രധാനം വൃത്തിയാക്കലാണ്. ആണുങ്ങൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അതാണ് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആൻറ്റി വെച്ച ഇറച്ചിക്കറി ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ലിയേനെ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തതായിട്ട് ലിയേനെ ടേസ്റ്റ് നോക്കാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ 2 പേരുടെയും പെർഫോമൻസ് കണ്ട് ഇവരെ വെച്ചോന്ന് തോന്നും, പക്ഷെ ഇവരല്ല. ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനിതൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ജീക്കുട്ടനാണ് ശരിക്കും പറഞ്ഞത് ഈ ദിവസത്തെ മെയിൻ ഷെഫായിട്ട്. അവനാണ് തലേന്നെല്ലാം ഏറ്റെടുത്തത്. പക്ഷെ അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഉച്ചയായതുകൊണ്ട് പിന്നെ കപ്പ നുറുക്ക മാത്രമേ. നമ്മുടെ പിള്ളേർ അപ്പുറത്തെ വീട്ടിൽ പറമ്പിൽ ഇല വെട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരാം. അവരവിടെ ഇല വെക്കാൻ പോയിട്ടുണ്ട്. നോക്കാം. ഉച്ചയ്ക്കത്തേക്കുള്ള വാഴയില വെട്ടാൻ പോയേക്കുന്ന കേട്ടോ ഇവർ 3 പേരും കൂടെ. അപ്പോൾ ഇനി വാഴയില സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ജീക്കുട്ടൻ വലിയ ആളായിട്ട് ഇവരുടെ ലീഡറായിട്ടൊന്ന് വാഴയില വെട്ടി പറന്നൊക്കെ നിന്നാണ് ഇപ്പോൾ വാഴയില വിട്ടത്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മോത്ത് തെറിച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്. ഇത് അങ്കിളുടെ ഫ്രണ്ട് ഹെൻറി അങ്കിളുടെ മോനാട്ടാ. പറയണ നീ എത്രാം ക്ലാസ്സിലെ? പേര് പറ. എന്റെ പേര് ഹാരി ഹെൻറി കണ്ണായി. കണ്ടോ, കണ്ണായ വീട്ടുപേര് വരെയും പറഞ്ഞു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്സില്. 3-ലാണ് അവൻ പഠിക്കുന്നത് കേട്ടോ. 3-ൽ അവൻ 3-ല് ദേവമാതയില പഠിക്കുന്നത്. 3-ല് തൃശ്ശൂർ ദേവമാതയില്. സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ലൈക്ക് അടിക്കാൻ പറയും. യെസ്, നമുക്ക് തിരിച്ചു പോകാം. കുറേല അപ്പുറത്തെ വീട്ടിലെ പറഞ്ഞില്ല, കുറേ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അടുക്കളയിൽ കൂടിയിരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്. അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിത് എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അങ്കിളുടെ മൂത്തോള് ബാംഗ്ലൂർ പഠിക്കുന്ന ആൻമോള് ഫോൺ വിളിച്ച് ഞങ്ങൾ വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിയയ്ക്ക് മാർക്ക് കൂടുതൽ SLCക്ക് ഇപ്പോൾ അവളെക്കാളും കൂടുതലും മാർക്ക് കിട്ടി. 1.4% കൂടുതൽ കിട്ടിയല്ലോ ചേച്ചിയെക്കാരും. അപ്പോൾ അതിൻ്റെ അവൾക്ക് മറ്റിങ്ങനെ ഓരോ സംഘടനയിൽ നിന്നൊക്കെയുള്ള ആദരവുകൾ കിട്ടിയതിൻ്റെ ട്രോഫികൾ ലിയ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആനുവിൻ്റെ ട്രോഫികളൊക്കെ ഇനി അവിടെ നിന്ന് മാറ്റി ഇനി ലിയയുടെ ട്രോഫികൾ വെക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് അവളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മച്ചി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അമ്മച്ചി ഇങ്ങനെ ഇവരെ തമ്മിൽ തല്ലിക്കുന്നത് കണ്ടിട്ട് അമ്മച്ചി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അമ്മച്ചി ചേരി തിരിഞ്ഞു. അങ്ങനെ അവരുടെ തല്ലൂട്ടത്തിനിടയ്ക്ക് ഞാനിവിടെ മീൻ വറുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ മീൻ സത്യത്തിൽ ഞാനല്ല വറുത്തത്, ആൻറ്റി തന്നെ വറുത്തത്. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയും അവനെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നായിട്ട് എല്ലാവരും അങ്കിളുടെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് അപ്പച്ചനെ ഓർത്ത് 1 മിനിറ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് കേട്ടോ.
അതിൻ്റെ ഇതേ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ തിന്ന് പിന്നെ ഇതേ നമ്മുടെ വീഡിയോ ഒന്ന് ടി വിയിൽ ഇട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഈ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.